അത് ഞാൻ കുടിക്കാനൊക്കെയല്ല. എനിക്ക് ഈ BP ഗുളിക മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു 28 രൂപ ഉണ്ട്. ഇനി ഒരു 30 രൂപ വേണം. ഒരാളോട് ചോദിക്കും. ഞാൻ കുപ്പി കണ്ടിട്ടുണ്ടോ പറഞ്ഞത്. വീട്ടിലോട്ട് പോകാനാണോ? അല്ലല്ല, വീട്ടിലെല്ലാം ഒന്നുമില്ല, ഞാൻ പ്ലാറ്റ്ഫോറാണ്. അതുകൊണ്ട് ഒരു 30 രൂപ കുറവുണ്ട്. അതുകൊണ്ട് ഒത്തരോട് അങ്ങനെ ചോദിക്കാനൊക്കെയില്ല. അതുകൊണ്ട് 28 രൂപ ഉണ്ട്. 63 രൂപയായിരുന്നു 15 ഗുളിക. BP ഉള്ളത് കാരണം വലിയ പ്രയാസം. കഴിച്ചായിരുന്നു രാവിലെ വെച്ചത്? രാവിലെ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്. അത് അമ്പലത്തിലൊക്കെ കിട്ടും. അമ്പലത്തിലുണ്ടല്ലേ? രാവിലെ ഇഡ്ഡലിയുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ട്, വൈകിട്ട് കഞ്ഞിയുണ്ട്. സ്ഥിരം ഇവിടെ കാണുമോ? സ്ഥിരം ഈ അമ്പലത്തിൽ? ഇനി 4-ാം തീയതി വരയ്ക്കേ ഉള്ളൂ ഇത്, ഈ ഫംഗ്ഷൻ. 4-ാം തീയതി ഇവിടെ കേട്ടതുള്ളവർക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇത് അടയ്ക്കും. പിന്നെ 14-ാം തീയതി ഉത്സവമുണ്ട്. അതൊരു 10 ദിവസത്തേക്കാണ്. വീടൊക്കെ എവിടെയാ? എൻ്റെ സ്വന്തം വീട് കൈനഗിരിയിലാണ്. അച്ഛൻ്റെ വീട് കരുമാടിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ മുതലേ തമിഴ്നാട്ടിലായിരുന്നു. ഡ്രൈവറാണ്. ഫാമിലി മരിച്ചു പോയി. ഇടയ്ക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി, ശ്രദ്ധകളില്ലാതെ കൊണ്ട് കൈമോശമെല്ലാം ആയിപ്പോയി. അപ്പോൾ ആരുടെയും കൂടെ പോയി നിൽക്കാനൊന്നും സാധ്യതയില്ല. പെങ്ങന്മാരുടെ കൂടെ പോയി എന്നാൽ അവരുടെ മക്കൾക്കും ഭർത്താവിനൊക്കെ എന്തെങ്കിലും ആയാൽ അവൾ കൃഷി ചെയ്യണം. അനിയനുള്ളത് കുടുംബസ്വത്ത് പൂരം പുള്ളി അടക്കി പുള്ളി കൈവശം വെച്ചിരിക്കുക. അങ്ങനെ അടക്കം ഒരു 3-4 മാസമായിട്ട് ഈ അവസ്ഥ. അതിനു മുമ്പ് വരെ തമിഴ്നാട്ടിൽ ഞാൻ ഇപ്പോൾ കണ്ണിന് ശാല പ്രശ്നമുണ്ട്. അത് ഇവിടുത്തെ ഒരു മെമ്പറിനോട് പറഞ്ഞു, പുള്ളി ഏർപ്പാട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ആകുന്ന അറിഞ്ഞൂടെ. തിമിരമുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പിന്നെ BP കുറയണം. അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാനാണ് കിടക്കുന്നത്. വയസ്സ് 83ആയി. ഇനി എന്നാ ജോലി നോക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ഒന്ന് ഭഗവാൻ എടുത്താൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ട് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്തും കഷ്ടമല്ല. എത്ര പേരുടെ കൂടെ നമ്മൾ കിടന്നുകൊണ്ട്